കർത്താവിൻ്റെ ആലോചനയ്ക്ക് നാം സ്വയമേവ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എക്സൽ മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ എക്സൽ മീഡിയയുടെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം. അതിൽ 3 പ്രമേയങ്ങളെ കാണുവാൻ കഴിയും. 1, പരിശുദ്ധാത്മാവിനോട് വ്യാജം പ്രവർത്തിച്ച അനന്യാസും സഭ്യതയും. 2, അപ്പോസ്തലന്മാരാൽ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് രോഗസൗഖ്യവും അടയാളങ്ങളും നടക്കുന്നു. 3, മഹാപുരോഹിതനും സാധുക്യരായ ചില പക്ഷക്കാരും ചേർന്ന് കർത്താവിന്റെ ദാസന്മാരായ പത്രോസിനെയും യോഹന്നാനെയും പൊതു തടവിലേക്ക് അയക്കുന്നു. പ്രിയരെ, ഒന്നാമതായിട്ട് നമ്മൾ കണ്ട പരിശുദ്ധാത്മാവിനോട് എതിരെ വ്യാജം പ്രവർത്തിച്ച അനന്യാസും സഭയുടെയും ജീവിതം. ദൈവത്തിൻ്റെ ആത്മാവിനോട് ആര് എതിര് കാണിച്ചാലും അവരുടെ അവസ്ഥ നീചമായ ഒരു മരണത്തിന് അവർ കീഴടങ്ങേണ്ടി വരും. എത്ര വേഗത്തിലായിരുന്നു അവരുടെ മരണം സംഭവിച്ചത്? ഒറ്റ വാക്ക് മാത്രമാണ്. നിങ്ങൾ വസ്തുവിറ്റ സാമ്പത്തിക നന്മ ഇത്രയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന വാക്കിന് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ന്യായം വിധിക്കുന്നു. ഇതറിയാതെ തൻ്റെ ഭാര്യയും കടന്നു വരുന്നു. അവളുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. മരണത്തിന് 2 പേരും കീഴ്പ്പെട്ടു. 2 പേരുടെയും അടക്കവും ഒരേ സ്ഥലത്ത് തന്നെ നടക്കുന്നു. രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു. പ്രിയരെ, നിരവധി ആളുകളെ യെരൂശലേമിന്റെ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ നിന്നും രോഗികളായിരിക്കുന്ന ആളുകളെ കൊണ്ടുവരികയാണ്. എന്നാൽ ഓരോരുത്തരുടെ പേരും കൈവയ്ക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പത്രോസിനോ യോഹന്നാനോ കഴിയുകയില്ലായിരുന്നു. എന്നാൽ അവരുടെ തിരക്ക് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് പോകുന്ന ഇടത്ത് വഴിയിൽ തൻ്റെ നിഴല് തട്ടിയെങ്കിലും രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി വഴിയരികിൽ നിരവധി ആളുകളെ കിടത്തി അവർ രോഗസൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നു. എന്നാൽ മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ചെയ്ത് ജനത്തെ സ്വാധീനിച്ച പത്രോസിനെയും യോഹന്നാനെയും മഹാപുരോഹിതന്റെയും സാധുക്യരായ അവരുടെ പക്ഷക്കാരുടെയും വാക്കുകൾ നിമിത്തം അവരെ അന്ന് തന്നെ പിടിച്ച് തടവറയിൽ അടയ്ക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കാരാഗ്രഹവാതിൽ തുറന്ന് പത്രോസിനെയും യോഹന്നാനെയും പുറത്തു കൊണ്ടുവരികയാണ്. പ്രിയരെ, ദൈവനാമത്തിന്റെ മുഖത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്ന തന്റെ ഭക്തന്മാരെ ദൈവദൂതൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു സന്ദേശം കൂടി പറയുകയാണ്. ജീവന്റെ വചനം എല്ലാം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കണം എന്നുള്ളത്. ആ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ അധികാരികളുടെ വാക്കുകളേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയുണ്ടായി. അവരടുത്ത ദിവസം തന്നെ ഈ സന്ദേശവുമായി ആലയത്തിലേക്ക് നിൽക്കുകയാണ്. എന്നാൽ ഇതറിയാത്ത പുരോഹിതരും സാധുക്യരായിരിക്കുന്ന പ്രിയ ആളുകളും അവർ പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ പത്രോസിനെയും യോഹന്നാനെയും കാണുവാനായി കഴിയുന്നില്ല. അവരെക്കുറിച്ച് ചിന്താകുലരായി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആലോചനയ്ക്ക് നാം സ്വയമേവ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ ലോകത്തിലെ പുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാരും അവരെക്കാളും ദൈവത്തിൻ്റെ ആത്മാവിനെ നാം അനുസരിക്കുന്ന തയ്യാറാണെങ്കിൽ ബന്ധനമോ പോരാട്ടങ്ങളോ തടവറയോ എന്തു തന്നെ പ്രതികൂലങ്ങളുണ്ടായാലും അതിൽ നമ്മുടെ വിടുവിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിനും നാം സ്വയമേ സമർപ്പിക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന ആലോചനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്